ഹായ്, ഏവർക്കും നമസ്കാരം. സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദേവസ്വം ബോർഡ് വിജ്ഞാപനം വന്നിരിക്കുകയാണ്. ധാരാളം നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം കുറച്ചുകൂടി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 300-ൽ പരം വേക്കൻസികളാണ് ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഈ ഒരു വിജ്ഞാപനത്തിൽ വരുന്നത്. ഏകദേശം ഒരു 36 വേക്കൻസികളാണ് LDCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓഫീസ് അസിസ്റ്റന്റ് 2 വേക്കൻസി, ലാബ് അറ്റൻഡ് വേക്കൻസിയിലേക്ക് ഒരു വേക്കൻസിയാണ് ലാബ് അറ്റൻഡിൽ വന്നിരിക്കുന്നത്. LD ടൈപ്പിസ്റ്റ് 2, റൂം ബോയ് 118 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാനിറ്റേഷൻ വർക്കർ ആകട്ടെ 116 വേക്കൻസികളാണ്. കൗബോയ് എന്ന തസ്തികയിലേക്ക് 30 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഗാർഡനർ 1 വേക്കൻസിയാണ്. സ്വീപ്പർ 2 വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ 300-ലധികം ഒഴിവുകളാണ് ഈ ഒരു ദേവസ്വം ബോർഡിലേക്ക് ഇപ്പോൾ ഈ വിജ്ഞാപനത്തിലൂടെ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില, അതായത് ഈ ഒരു എന്തൊക്കെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, അതായത് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാം. എന്തൊക്കെയാണ് വേക്കൻസികൾ എന്ന് നോക്കാം. അതായത് ആദ്യത്തേത് 36 ഒഴിവുകളിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. LD, അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് അഥവാ LD ക്ലർക്ക് തസ്തികയിലേക്ക് 36 ഒഴിവുകളിലേക്കാണ് നിയമനത്തിനായി ക്ഷണിച്ചിരിക്കുന്നത്. ദൈവത്തിലും ക്ഷേത്ര ആചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. കേരളം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ പ്രായപരിധി ആസ് യൂഷ്വൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ തന്നെയാണുള്ളത്. കാറ്റഗറി നമ്പർ 1/2025-001 2025 കാറ്റഗറി നമ്പർ. തസ്തികയുടെ പേര് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ശമ്പള സ്കെയില് 26,500, 60,700 ആണ്. വിദ്യാഭ്യാസ യോഗ്യത ശ്രദ്ധിക്കണം. ഇത് LD ആണെങ്കിൽ +2 ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം സ്കിൽസ് എസെൻഷ്യൽ ആയിട്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം കൂടി ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ പരിജ്ഞാനം. പക്ഷേ ഇവിടെ ഉദ്യോഗാർത്ഥികളൊക്കെ വിചാരിച്ചിരുന്നത് പോലെ DCA ഒന്നും കമ്പൽസറി അല്ല. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വേണമെന്ന് വിജ്ഞാപനത്തിൽ ആവശ്യപ്പെടുന്നില്ല. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരുന്നാൽ മതി. ഇന്ന സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് ഓഫീസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവണം. ആ ഒരു കമ്പ്യൂട്ടറിലുള്ള ബേസിക് നോളജ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ 36 ഒഴിവുകളാണുള്ളത്. അതായത് ഈ റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 1 വർഷവും 3 വർഷവും വരെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കാം. ഇതിനിടയ്ക്ക് വരുന്ന വേക്കൻസികൾ കൂടി എന്ത് ചെയ്യും? ഇതില് കണക്കാക്കും. മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുമ്പോൾ എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ആസ് യൂഷ്വൽ ഒരു എക്സാം പോലെ നോട്ടിഫിക്കേഷൻ ടൈമിൽ 36 പറയുന്നെങ്കിൽ 3 വർഷത്തിന് ഇടയിൽ വീണ്ടും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാം. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. അപ്പോൾ നമുക്കറിയാം വിശദമായ ഒരു സിലബസ് വന്നിട്ടില്ല എങ്കിൽ പോലും 20 മാർക്ക് അടുപ്പിച്ച് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മുടെ സിലബസ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. നമുക്കറിയാം ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ഒരു ഉദ്യോഗാർത്ഥി ഈ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടുന്നത്. കാരണം 20ഓളം മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. ഹൈന്ദവ സംസ്കാരം, ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, വേദോപനിഷത്തിലെ പ്രധാനപ്പെട്ട കോട്ടഡ് ലൈൻസ്, അതുപോലെ ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹ പ്രതിഷ്ഠ അനുസരിച്ച് ക്ഷേത്രങ്ങളിലുള്ള ആചാരങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അവിടെ നടന്നു വരുന്ന മുറകൾ, ഇതൊക്കെയാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വരുന്നത്. പുണ്യദിനങ്ങൾ, പുണ്യഗ്രന്ഥങ്ങൾ, വേദോപനിഷത്തുകളുടെ പ്രധാന പരാമർശങ്ങൾ, ശ്ലോകങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൈന്ദവ സംസ്കാരം, ക്ഷേത്രങ്ങളുടെ വളർച്ച, ദേവസ്വം ബോർഡുകൾ, വിവിധ ദേവസ്വം ബോർഡുകളുടെ ഭരണക്രമങ്ങൾ, അവിടുത്തെ ദേവസ്വം ബോർഡ് നിയമിതമായിട്ടുള്ള ചില നിയമങ്ങൾ, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് കൂടി സിലബസിന്റെ പാർട്ടായിട്ട് വരും. എന്തായാലും ഇപ്പൊ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. വ്യക്തമായ സിലബസ് വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും സിലബസ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയും സൈലം PSCയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ടാവും. ഇനി നോക്കൂ,
അടുത്ത ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ റൂം ബോയ് എന്ന തസ്തികയിലേക്ക് 118 ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ദൈവവിശ്വാസികളായിട്ടുള്ള, ദൈവത്തിലും ക്ഷേത്ര ആചാരങ്ങളിലും വിശ്വാസമുള്ള ആൾക്കാരെയാണ് ഈ ഒരു നിശ്ചിത യോഗ്യതയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതായത് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാറ്റഗറി നമ്പർ 007/2025 ആണ്. തസ്തികയുടെ പേര് റൂം ബോയ് എന്നാണ്. ഇനി ഇവിടെ ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് ഇത് ക്ഷണിച്ചിരിക്കുന്നത്. 23,000, 50,200, 1.5 ലക്ഷം രൂപയ്ക്ക് പുറമെ ശമ്പളമുള്ള ഒരു പോസ്റ്റ്. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും റൂം ബോയ് അല്ലേ എന്ന് തോന്നും. പക്ഷെ നോക്കൂ, മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ 1.5 ലക്ഷം, 50,000 രൂപയ്ക്ക് പുറമെയാണ് ഇതിന്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത്. 118 ഒഴിവുകൾ നിലവിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 വർഷ കാലയളവിനുള്ളിൽ എത്ര വേക്കൻസി വരും അതും ഈ ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും നിയമനം നടത്തുന്നത്. നേരിട്ടുള്ള നിയമനമാണ് വരുന്നത്. സിലബസും മറ്റു കാര്യങ്ങളും വഴിയെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു പോസ്റ്റില് ദൈവവിശ്വാസവും ഹൈന്ദവ ആചാരങ്ങളിലുള്ള വിശ്വാസവും എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. സോ സ്പെഷ്യൽ ടോപ്പിക്കിനെ ആശ്രയിച്ചിരിക്കും റാങ്ക് എന്നുള്ളതിന് ഇവിടെയും മാറ്റമൊന്നുമില്ല. ഇനി അടുത്തത് വർക്കർ ആൻഡ് സാനിറ്റേഷൻ വർക്കർ ആണ്, ആയുർവേദ. അതിൽ 116 ഒഴിവുകളിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ യോഗ്യതയിലൊന്നും മാറ്റമില്ല. വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ റൂം ബോയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ്. ഏജിൽ മാറ്റം ഉണ്ടാവില്ല. ഈ പറഞ്ഞ 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ഒരു റൂം ബോയ്ക്ക് വേണ്ടത്. ഇനി ഈ സാനിറ്റേഷൻ വർക്കർ വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ 7ാം ക്ലാസ് വിജയമോ തത്തുല്യമോ ആണ് വേണ്ടത്. 116 എത്ര വേക്കൻസി ഇവിടെ വരുന്നത്? 116 ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിനാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പം സാനിറ്റേഷൻ വർക്കർക്ക് 116 വേക്കൻസി, റൂം ബോയ് 118 വേക്കൻസി, LD ആകട്ടെ 36 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാനിറ്റേഷൻ വർക്കർ എന്ന പോസ്റ്റിനും 23,000 ബേസിക് പേ ടു 50,000 മുകളിലാണ് ഇവിടെയും എന്ത് വരുന്നത്? ശമ്പള സ്കെയില് വരുന്നത്. ഓക്കെ, നേരിട്ടുള്ള നിയമനം തന്നെയാണ്. ഇനി സൈലം, നിങ്ങൾക്കറിയാം ഏതൊരു മുഖ്യധാര പരീക്ഷയ്ക്കും കുട്ടികൾക്ക് പൂർണ്ണമായ സപ്പോർട്ട്, വളരെ കുറഞ്ഞ ഫീസ് നിരക്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നിങ്ങൾക്ക് തരുന്ന മികച്ച ക്ലാസുകളുമായി എത്തുന്ന സൈലം തീർച്ചയായും ദേവസ്വം ബോർഡ് എക്സാം ബാച്ച് ആരംഭിക്കുകയാണ്. 6 മാസം ആണ് ബാച്ചിന്റെ വാലിഡിറ്റി, അല്ലെങ്കിൽ എക്സാം വരെ, എപ്പോഴാണോ എക്സാം വരുന്നത് അതുവരെ. ഇനി ഈ ക്ലാസ്സുകളാകട്ടെ കോർ സബ്ജക്ട്സുകളൊക്കെ നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ബാച്ച് അവൈലബിൾ ആണ്. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത ഒന്നാണ് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നടന്ന ദേവസ്വം ബോർഡ് LDയുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവി അഥവാ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക് സെറ്റാക്കി തരാനായിട്ട് ഹൈന്ദവാചാരം, ആചാരാനുഷ്ഠാനങ്ങൾ, പുണ്യഗ്രന്ഥങ്ങൾ, പുണ്യദിനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വേദോപനിഷത്തുകൾ, ഇതൊക്കെ ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് സൈലം PSCയുടെ ദേവസ്വം ബോർഡ് ബാച്ചിലെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിൽ ഞാൻ ഞാനും ഉണ്ടാവും, ക്ലാസ്സുമായിട്ട് ഞാനുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സ്പെഷ്യൽ ബാച്ചിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഒപ്പം നമ്മൾ പറഞ്ഞതുപോലെ കോർ സബ്ജക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡ് എക്സാം ബാച്ച് എന്നാണ് ബാച്ചിന്റെ പേര്. ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം, അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളുമായി 6 മാസം വരെ വാലിഡിറ്റി, അഥവാ എപ്പോഴാണോ എക്സാം അതുവരെയും ഉണ്ടാവും. അപ്പോൾ സ്പെഷ്യൽ മെന്റർഷിപ്പ് എല്ലാം ഉൾപ്പെടെയുള്ള ഒരു അടിപൊളി ബാച്ച് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ധൈര്യമായിട്ട് ഈ ഒരു ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് സൈലത്തോടൊപ്പം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. 300-ൽ പരം വേക്കൻസികളാണ് കാത്തിരിക്കുന്നത്. അതിൽ LD തന്നെ 36-ൽ പരം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ എന്തായാലും സെലക്ഷനിലുണ്ടാവുമല്ലോ. പിന്നെ അപ്പോൾ കാരണം 3 ഇയർ വാലിഡിറ്റിയാണ് ഈ ഒരു ലിസ്റ്റിൽ. അപ്പോൾ തീർച്ചയായിട്ടും തുടക്കം മുതൽ തന്നെ ഉടനെ അതിൻ്റെ നമ്മളെ ബാച്ച് ലോഞ്ചിങ് ചെയ്യുന്നതാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ക്ലാസ്സുകൾ കണ്ട് നോട്ട് എഴുതി പോകുക. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് സൈലം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വിവരം വളരെ സന്തോഷത്തോടെ സസന്തോഷം അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിങ്ങൾക്ക് സ്പെഷ്യൽ ബാച്ച് കൂടി, അതായത് സ്പെഷ്യൽ ടോപ്പിക് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് സൈലം തരുന്നത്. സ്പെഷ്യൽ ക്ലാസ് ഉൾപ്പെടെ
സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള ആ ഒരു ക്ലാസ് ആണ് ദേവസ്വം ബോർഡ് എക്സാം ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. വളരെ കുറഞ്ഞ ഫീസിലായിരിക്കും ഇത് ലഭ്യമാക്കുന്നത്. 1000 താഴെയായിരിക്കും ഫീസ്. മിക്കവാറും 999 രൂപയ്ക്ക് മറ്റുമാണ് ഈ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത്. ബാച്ച് ലോഞ്ചിങ് സംബന്ധിക്കുന്ന വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. ഓക്കെ, പിന്നെയുള്ളത് ഗുരുവായൂർ ദേവസ്വത്തിലെ കൗബോയ് തസ്തികയിൽ നിലവിലുള്ള 30 ഒഴിവുകളിലേക്ക്, കൗബോയ്ക്ക് 30 ഒഴിവുകളാണുള്ളത്. ഇതും യോഗ്യതയിൽ ആ ഒരു 7ാം ക്ലാസ് വിജയം മാത്രം മതിയാവും. തസ്തികയുടെ പേര് കൗബോയ് എന്നാണ്. 23,000 50,200 ആണ് സാലറി സ്കെയില്. അപ്പം 30 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ വിജയമാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സിലബസ്, കൃത്യമായി സിലബസ് വരുന്ന മുറയ്ക്ക് സിലബസ് ഓരോ പരീക്ഷയുടെ അല്ലെങ്കിൽ ഓരോ ഓരോ തസ്തികയുടെയും സിലബസുകൾ പരിചയപ്പെടുത്തുന്ന വിശദമായ ഒരു വീഡിയോ സൈലം PSCയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയുള്ളത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തസ്തികയിലേക്ക് 2 ഒഴിവുകളിലേക്ക് അധ്യാപകരെ കൂടി നിയമിക്കുന്നുണ്ട്. ഇത് വരുന്നത് 2 ഒഴിവ് വരുന്നത് അധ്യാപകരല്ല, ഒരു ഒഴിവ് അധ്യാപകരുടെ ഒരു ടീച്ചർ വേക്കൻസിയും കൂടി ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സ്കൂളിലെ ഒരു വേക്കൻസി ടീച്ചർ തസ്തികയിൽ കൂടി വരുന്നുണ്ട്. ടീച്ചർ തസ്തികയിൽ 1 എണ്ണം വരുന്നുണ്ട്. സ്വീപ്പർ 2 എണ്ണമാണ് വരുന്നത്. ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് 2 സ്വീപ്പർ തസ്തികയിലേക്കുള്ള വേക്കൻസി കൂടി വരുന്നുണ്ട്. 7ാം ക്ലാസ് യോഗ്യതയാണ്. ശമ്പളം 23,000 50,200 തന്നെയാണ്. സ്വീപ്പർ ആണ്. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ഈ നിയമനം വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. പിന്നെ വരുന്നത് 2 ഒഴിവുകളിലേക്ക് LD ടൈപ്പിസ്റ്റ്. LD ടൈപ്പിസ്റ്റിന് വരുന്നത് 26,500 60,700 ആണ് ശമ്പള സ്കെയിൽ വരുന്നത്. വിദ്യാഭ്യാസ യോഗ്യത നോക്കൂ, SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് വേണ്ടത്. ടൈപ്പ് റൈറ്റിംഗില് മലയാളം ലോവർ ഗ്രേഡ്, KGTE അല്ലെങ്കിൽ MGTE ഇതാണ് ഇവിടെ വേണ്ടത്. ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷിലാകട്ടെ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം. അപ്പൊ ടൈപ്പിസ്റ്റ് LD ടൈപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ടൈപ്പിങ്ങിനെ സംബന്ധിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ കൂടി ആവശ്യമാണ്. അവിടെ എന്തൊക്കെ വേണം? ടൈപ്പ് റൈറ്റിംഗ് മലയാളം വേണം, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് വേണം. ടൈപ്പ് റൈറ്റിംഗ് മലയാളത്തില് ലോവർ ഗ്രേഡ് KGTE അല്ലെങ്കിൽ MGTE, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷില് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം. ഇതാണ് ആവശ്യപ്പെടുന്ന യോഗ്യത. ഓക്കെ, 2 ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു 3 വർഷം നമ്മുടെ ഈ ഒരു ലിസ്റ്റിന്റെ വാലിഡിറ്റി ഉള്ളത് വരെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ നിയമനങ്ങളും ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി വരുന്നത് എന്താണ്? ഒരു ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട്, അതായത് ഓഫീസ് അറ്റൻഡന്റ് വേക്കൻസി വരുന്നത് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ്. 2 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിലും അതുപോലെ ക്ഷേത്രാചാരങ്ങളിലും ഒക്കെ വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റില് റിലീജിയൻ ചോദിക്കുന്നിടത്ത് ഹിന്ദു, അപ്പൊ ഹിന്ദുവിൽ ഏത് സബ് കാസ്റ്റും ആവാം. എന്തായാലും ഹിന്ദു റിലീജിയൻ ആയിട്ടുള്ള ഒരാൾക്ക് ഒപ്പം തന്നെ എന്താണ് ഈശ്വര വിശ്വാസി കൂടിയാകണം. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ ഒരു യോഗ്യത ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓഫീസ് അറ്റൻഡ് 2 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 23,000 50,200 രൂപ ആണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം. ഏതാ? ഓഫീസ് അറ്റൻഡ് ആണ് അല്ലെ? ഫയലുകളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് സ്കിൽസ് ഓർ എസെൻഷ്യൽ ആയിട്ട് ഇവിടെ എസ്റ്റെൻഷ്യൽസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൈക്കിൾ സവാരിയാണ്. സൈക്കിൾ സവാരി കൂടി അറിഞ്ഞിരിക്കണം. 7ാം ക്ലാസ് തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്നത് എത്ര വേക്കൻസിയാണ്? 2 വേക്കൻസികളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഓഫീസ് അറ്റൻഡന്റ് എന്ന പോസ്റ്റിലേക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്
പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ദേവസ്വം ബോർഡ് എക്സാം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തേക്കും. ആ ലിങ്ക്, അതായത് ഫോം ഫില്ല് ചെയ്യുക. ഫോം ഫില്ല് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ആവശ്യമാണെങ്കിൽ 9995150080 എന്ന നമ്പറിലേക്കും വിളിക്കാവുന്നതാണ്. ഫുൾ മെന്റർ സപ്പോർട്ടോടുകൂടി ലൈവ് റെക്കോർഡ് ക്ലാസ്സുകളുമായി സൈലം PSCയുടെ ദേവസ്വം ബോർഡ് എക്സാം ബാച്ചിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുന്നു. സിലബസ് വരുന്നവരൊക്കെ ഉറപ്പായിട്ടും സിലബസിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൂടി എന്ത് ചെയ്യും, വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് സൈലം PSCയുടെ യൂട്യൂബ് വീഡിയോയിലൂടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളതോ, നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു ദേവസ്വം ബോർഡ് എക്സാം ബാച്ചിൽ അല്ലെങ്കിൽ ആ ഒരു ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ഉറപ്പായിട്ടുണ്ടാവും. അതുകൂടി പ്രൊവൈഡ് ചെയ്യുന്നൊരു ബാച്ച് ആയിരിക്കും നമ്മുടേത്. എല്ലാ കോർ സബ്ജക്ട്സ്, GK ഒക്കെ അറിയാമല്ലോ, GK, അതുപോലെ മാത്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, GK, പിന്നെ ഇംഗ്ലീഷ്, അങ്ങനെയുള്ള കോർ സബ്ജക്ട്സ്, മലയാളം ഉൾപ്പെടെയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് കൂടി. 20 മാർക്കെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്ക്. അതുകൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ് സൈലം വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. അപ്പോൾ ശരി, ഓൾ ദി ബെസ്റ്റ്.